അനാട്ടമിയും ഫിസിയോളജിയും പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇംഗ്ലീഷ് അല്ല ലാറ്റിൻ പഠിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? മെഡിക്കൽ ടേംസ് നിങ്ങളുടെ ഉറക്കം കളയുന്നുണ്ടോ? നഴ്സിംഗ് പഠനം തുടങ്ങുമ്പോൾ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ കടമ്പ ഈ ടഫായ മെഡിക്കൽ ടേംസ് ആണ്. +2 ബയോളജിയിൽ പഠിച്ച വാക്കുകളല്ല ഇത്. ഒരു മെഡിസിന്റെ പേരാകട്ടെ, ഒരു അവയവത്തിന്റെ പേരാകട്ടെ ഒക്കെ കണ്ടാൽ തല ഇറങ്ങും. പലപ്പോഴും ഇത് കാണാതെ പഠിക്കാൻ ശ്രമിച്ച് കുട്ടികൾ ഫെയിലായി പോകാറുണ്ട്. ഈ പേടി കാരണം പഠനം പാതി വഴിയിൽ മടുക്കുന്നവരും ധാരാളമാണ്. ഇത് നിങ്ങളുടെ കോൺഫിഡൻസിനെയും എക്സാം റിസൾട്ടിനെയും നന്നായി അഫക്റ്റ് ചെയ്യും. പക്ഷേ ഈ വാക്കുകൾ പഠിക്കാൻ ഒരു സീക്രട്ട് ഫോർമുല ഉണ്ട്. അത് വാക്കുകളെ മുറിച്ച് പഠിക്കുക എന്നതാണ്. എക്സാമ്പിൾ, ഏതൊരു വാക്കിന്റെ അവസാനവും ഐറ്റിസ് എന്ന് കണ്ടാലും അതിനർത്ഥം ഇൻഫ്ലമേഷൻ എന്നാണ്, വിച്ച് മീൻസ് വീക്കം. ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ആമാശയത്തിലെ വീക്കം. ഇതുപോലെയുള്ള 100 കണക്കിന് എളുപ്പ വഴികൾ ഞങ്ങളുടെ റൈറ്റ് നഴ്സിംഗ് ഡ്രീം ഹബിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിച്ചും കോഡുകൾ ഉണ്ടാക്കിയും പഠിക്കാൻ തുടങ്ങിയാൽ പിന്നീട് നിങ്ങൾ ഒരിക്കലും ഇത് മറക്കില്ല. നഴ്സിംഗ് പഠനം എന്നത് കാണാപ്പാഠം പഠിക്കലല്ല, അതൊരു രീതി മനസ്സിലാക്കി പഠിക്കലാണ്. ആ രീതി ഞാൻ നിങ്ങൾക്ക് ലളിതമായി പറഞ്ഞു തരാം. പഠിക്കാൻ ഏറ്റവും ടഫായിട്ടുള്ള ഒരു മെഡിക്കൽ ടേം താഴെ കമന്റ് ചെയ്യൂ. അത് എങ്ങനെ ഈസിയായി ഓർത്ത് വെക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ വീഡിയോ നിങ്ങളുടെ സ്റ്റഡി പാർട്ട്ണർക്ക് സേവ് ചെയ്യാൻ അയച്ചു കൊടുക്കും. നാളെ ഹിലാൽ സാർ വരുന്നുണ്ട് നഴ്സിംഗിലെ ഹിഡൻ കോസ്റ്റിനെ കുറിച്ച് മാതാപിതാക്കൾക്കുള്ള മുന്നറിയിപ്പ് നൽകാൻ.